നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. 32 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നന്നമ്പ്ര പഞ്ചായത്തിലെ തട്ടത്തലം കോളനിയിലെ ദേവകിയും കുടുംബവും ഭൂമിക്ക് അവകാശികളായി. ജില്ലാതല പട്ടയമേളയിൽ മന്ത്രിയുടെ കയ്യിൽ നിന്നും തൻ്റെ ഭൂമിയുടെ പട്ടയം ലഭിച്ചതോടെയാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമായത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയുടെ അവകാശിയായതിൻ്റെ സന്തോഷം ആ മുഖത്ത് കാണാമായിരുന്നു. നന്നമ്പ്ര പഞ്ചായത്തിലെ 10 കുടുംബങ്ങൾക്കാണ് ഇന്ന് പട്ടയം ലഭിച്ചത്. ഇതിൽ ദേവകിയുടെ കുടുംബവും ഉൾപ്പെടുന്നു. 32 വർഷമായി 72-കാരിയായ ദേവകി ആ വീട്ടിൽ കഴിയുന്നു. അന്നു മുതൽ പട്ടയം ലഭിക്കാൻ വേണ്ടി കയറാത്ത ഓഫീസുകളില്ല. കൂലിപ്പണിക്കാരനായ ഭർത്താവ് തൻ്റെ 52-ാം വയസ്സിൽ വിട്ടുപിരിഞ്ഞു. 4 പെൺമക്കളും 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബം പട്ടയത്തിന് വേണ്ടി വീണ്ടും ഒരുപാട് അലഞ്ഞു. ഒടുവിൽ തങ്ങളുടെ 4 സെന്റ് ഭൂമിക്ക് പട്ടയം ലഭിച്ചതോടെ ഏറെ സന്തോഷത്തിലാണ് ഇവർ വീട്ടിലേക്ക് മടങ്ങിയത്. മകൾ പുഷ്പവല്ലിയുടെ കൂടെയാണ് ഇവർ പട്ടയമേളയ്ക്ക് എത്തിയത്. തട്ടത്തലം കോളനിയിലെ ഭൂമി മുസ്ലിം ലീഗ് നേതാവ് കയ്യേറിയെന്ന ആരോപണമുയർന്നതിന് പിന്നാലെ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സർവേ നടത്തിയിരുന്നു. 2 ഏക്കർ ഭൂമിക്ക് അളന്ന ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 2 ഏക്കർ 13 സെന്റ് ഭൂമിയായിരുന്നു. 13 സെന്റ് ഭൂമി അധികമായി കണ്ടെത്താനായി. നന്നമ്പ്ര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളതാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ ഇപ്പോൾ 29 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവരിൽ 19 കുടുംബങ്ങൾക്ക് നേരത്തെ പട്ടയം ലഭിച്ചിരുന്നു. ബാക്കിയുള്ള 10 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.